വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ക്രിസ്മസ് എക്സാം നമുക്ക് വരാനായി കുറഞ്ഞ സമയങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിലെ ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ റെഡി അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ നിങ്ങൾ നോക്കിയോളൂ. ഏറ്റവും പ്രധാനമായി ടുവേഴ്സ് ദ ഗാൻജറ്റിക് പ്ലെയിൻസ് അല്ലെങ്കിൽ ഗംഗാ സമതലത്തിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം മക്കളെ നിങ്ങൾ നോക്കിയോളൂ. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ ലൈഫ് ഓഫ് ആര്യൻസ് when they migrated from the Sapta Sindhu region to the Gangetic plain. Complete the table given below accordingly. സപ്ത സിന്ധു സൈന്ധവ പ്രദേശത്തിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് എത്തിയപ്പോൾ ആര്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ പരിശോധിച്ച് പട്ടിക പൂർത്തീകരിക്കുക എന്നാണ് ചോദിച്ചത്. മക്കളെ, ഈ ചോദ്യം 2023, 22, 23 അതുപോലെ തന്നെ 2024, 23, 24 ആ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് 2 വർഷം തുടർച്ചയായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മക്കളെ, ആ ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കണം മക്കളെ, ഇതാണ് ഈ പറഞ്ഞ ഗംഗാ സമതലം. അപ്പൊ സപ്ത സിന്ധു റീജിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് സിന്ധു നദി ഇങ്ങനെ ഇതുപോലെ തന്നെ ഒഴുകി പോകുന്നുണ്ട്. അതാണ് സപ്ത സിന്ധു റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ നിന്ന് ആൾക്കാർ എങ്ങോട്ട് പോവുകയാണ്? ഗംഗാ സമതലത്തിലേക്ക് കുടിയേറിയതാണ്. അപ്പൊ അതിലുണ്ടായ മാറ്റങ്ങളാണ്. അപ്പൊ ഞാൻ 2 ബോക്സുകളായിട്ടാണ് കാണിച്ചത്. ഒന്ന് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്, സപ്ത സിന്ധു റീജിയൻ ആണ് ഒന്ന്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് സപ്ത സിന്ധു റീജിയൻ ആണ് ഒന്ന്. രണ്ടാമത്തത് ഗാൻജറ്റിക് പ്ലെയിൻ ആണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒന്നാമത്തത് സപ്ത സിന്ധു റീജിയൻ, രണ്ടാമത്തത് ഇതാണ് ഗാൻജറ്റിക് പ്ലെയിൻ. ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഗംഗ ഒഴുകുന്ന ആ ഭാഗമാണ് ഇത് ഗാൻജറ്റിക് പ്ലെയിൻ. അപ്പൊ അങ്ങോട്ട് പോയതോട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് മക്കളെ? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് ലൈവിനകത്ത് പറയും. പക്ഷെ നമ്മളിപ്പോൾ എന്താണ് ജസ്റ്റ് ഓരോന്നും പറഞ്ഞു പോവാണ്. അപ്പോൾ സപ്ത സിന്ധു റീജിയനിലെ മെയിൻ ഒക്യുപ്പേഷൻ കാറ്റിൽ റെയറിംഗ് ആയിരുന്നു അല്ലെ, കന്നുകാലി വളർത്തലായിരുന്നുവെങ്കിൽ ഇവിടേക്ക് വന്നപ്പോൾ അതെന്തായി ഫാമിംഗ് ആയി. അതുപോലെ തന്നെ വിധാത സഭാ സമിതി തുടങ്ങിയിട്ടുള്ളവരായിരുന്നു ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചതെങ്കിൽ അവർക്കുള്ള അധികാരങ്ങൾ എന്ത് ചെയ്യുമോ ഈ പറയുന്ന ഗാൻജറ്റിക് പ്ലെയിൻസിലേക്ക് എത്തുമ്പോൾ അവരുടെ അധികാരങ്ങൾ എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുന്നത്. ട്രൈബൽ അസംബ്ലീസിന്റെ അധികാരം കുറഞ്ഞു. അതേപോലെ തന്നെ സൊസൈറ്റി, ഈ പറയുന്ന സപ്ത സിന്ധു റീജിയനിലെ സമൂഹം എന്ന് പറഞ്ഞാൽ 3 തട്ടുകളായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഗാൻജറ്റിക് പ്ലേസിലേക്ക് എത്തിയപ്പോൾ അത് സമൂഹം 4 തട്ടുകളായി തിരിഞ്ഞു. ആ 4 തട്ടുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ പ്രീസ്റ്റ്, സോൾജർ, കോമൺ പീപ്പിൾ എന്ന് പറയുന്നതാണ്. പുരോഹിതന്മാര്, രാജാക്കന്മാര്, അതുപോലെ തന്നെ ഈ പറയുന്ന സാധാരണക്കാരാണെങ്കിൽ ഈ പറഞ്ഞ ഗാൻജറ്റിക് പ്ലെയിൻസിൽ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നതിൽ 4 തരത്തിലേക്ക് എന്ത് ചെയ്തു? സമൂഹത്തിനെ ഇതുപോലെ ആയി എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സപ്ത സിന്ധുവിലാണെങ്കിൽ സിമ്പിൾ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസ് ആയിരുന്നു. അതായത് ഈ പറഞ്ഞ വളരെ ലളിതമായിട്ടുള്ള വിശ്വാസ രീതിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിൻസിലേക്ക് എത്തുന്ന സമയത്ത് അതെന്തായിരുന്നുണ്ട്? കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് വേ ഓഫ് വർഷിപ്പ് ആണ്. ഈ പറഞ്ഞ സങ്കീർണമായ ആരാധനയിലേക്ക് അല്ലെങ്കിൽ വിശ്വാസ രീതിയിലേക്ക് ജനങ്ങൾ എത്തുന്നു. പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സപ്ത സിന്ധുവിലെ ജനങ്ങളൊക്കെ ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചതെങ്കിൽ ഈ പറയുന്ന ഗാൻജറ്റിക് പ്ലെയിൻസിൽ എത്തുമ്പോൾ അവർ ജനപദങ്ങളായിട്ടാണ് എത്തുന്നത്. അപ്പൊ മക്കളെ, ഇത്രയും പോയിന്റുകൾ മക്കളെ ശ്രദ്ധിക്കണം. 1, അതുപോലെ തന്നെ 2, 3, 4, അതുപോലെ തന്നെ 5, 6 പോയിന്റുകൾ. 6 പോയിന്റുകൾ മക്കളെ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചുകൂടാ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മക്കളെ നോക്കിയോളൂ. ഇനി നെക്സ്റ്റ് വൺ ഈ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടാണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2023 ശ്രദ്ധിക്കണേ, 2022, 23 അതുപോലെ തന്നെ 2023, 24 വർഷങ്ങളൊക്കെ തുടർച്ചയായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യമാണ് ഞങ്ങൾക്ക് മുൻപിൽ. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ബുദ്ധിസം ടു ഇന്ത്യൻ കൾച്ചർ? ഇന്ത്യൻ സംസ്കാരത്തിന് ബുദ്ധിസം വഹിച്ച പങ്ക് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യം മക്കളെ നിങ്ങൾക്ക് നോക്കാം. എന്താണ് ബുദ്ധിസത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് നോക്കാം. മക്കളെ നിങ്ങൾ നോക്ക്, ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ നൽകിയിട്ടുള്ള ഒന്നാമത്തത്, ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ പറയുന്ന ജനാധിപത്യ ബോധവും അതുപോലെ മൂല്യബോധവും ഒക്കെ വളർത്തിയതാരാണ്? ബുദ്ധമതത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ബുദ്ധമത സംഘങ്ങളാണ്. സോ ദ administrative system of sanghas which were formed for the spreading of Buddhism helped the growth of democratic and value oriented awareness in the society. Okay, ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്. അത് ഒന്നാമത്തതാണ്. രണ്ടാമത്തെ നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റി ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, കേവ്സ്, ചൈത്യാസ്, മൊണാസ്ട്രീസ് ആൻഡ് പില്ലേഴ്സ്. കലാ വാസ്തുവിദ്യാ രംഗത്ത് എന്ത് ചെയ്യുന്നു? വലിയ തരത്തിലേക്കുള്ള പുരോഗതികൾ ഉണ്ടായിരുന്നു. അതിന്റെ എക്സാമ്പിളാണ് ഗുഹകൾ, ചൈത്യങ്ങൾ, വിഹാരങ്ങൾ. അവരുടെ കാലഘട്ടത്തിൽ ഗുഹകൾ ഉണ്ടായിരുന്നു, ചൈത്യങ്ങൾ നിർമ്മിച്ചിരുന്നു, അതുപോലെ വിഹാരങ്ങൾ നിർമ്മിച്ചിരുന്നു. അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, മൂന്നാമത്തെ നിങ്ങൾ കണ്ടത് വിഹാരാസ്, ബുദ്ധമത കേന്ദ്രങ്ങളായ വിഹാരാസ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ. അന്ന് നിങ്ങൾക്കറിയുന്നതാണ് വിദ്യാഭ്യാസ പുരോഗതിയിൽ ബുദ്ധവിഹാരങ്ങൾ, ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട സന്യാസിമാരൊക്കെ താമസിച്ചിരുന്ന വിഹാരങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഹാരങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്തിരുന്നു? വിദ്യാഭ്യാസം നടത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന സർവകലാശാലകൾ, നളന്ദ, തക്ഷശില പോലുള്ള സർവകലാശാലകളൊക്കെ അതിന്റെ എക്സാമ്പിളുകളാണ്. ഇനി അത് മാത്രമല്ല, അവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഫോറിൻ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു.
എന്തായിരുന്നു ഈ പറയുന്ന ബുദ്ധമതം ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, മേജർ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നൈബറിംഗ് കൺട്രീസ്. വിദേശ രാജ്യങ്ങളുമായിട്ട് വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ എന്ത് ചെയ്തു, ശക്തിപ്പെടുത്തി എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ബുദ്ധിസം പല രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പടരുന്നുണ്ട് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കണം. അതിലൂടെയൊക്കെ ഒരു വലിയൊരു കോണ്ടാക്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് മക്കളെ ബുദ്ധിസത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, ഇന്ത്യൻ സംസ്കാരത്തിൽ ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട സ്വാധീനം അല്ലെങ്കിൽ സംഭാവന എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടത്. എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്ന് മക്കളെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 2019 അതുപോലെ തന്നെ 2022, 23 വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യം ഇതാണ്: ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദ മഹാജനപദാസ് വാസ് മഗധ. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദെയർ സുപ്രമസി? അതായത് മഹാജനപദങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായത് മഗധയായിരുന്നു. നമുക്കറിയാം മഗധയാണ് ഏറ്റവും ശക്തമായത്. എന്തെല്ലാമായിരുന്നു അതിന്റെ കാരണങ്ങൾ? അതായത് മഗധ ഇങ്ങനെ ടോപ്പ് ആവാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മക്കളെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം മക്കൾ, അത് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം മക്കളെ എന്തൊക്കെയാണ് അതിന്റെ ആൻസർ എന്ന് നോക്കാം. ഒന്നാമത്തെ നിങ്ങൾ നോക്കിയാൽ മതി, മഗധ ഇത്രയും ഇതുപോലെ അടിപൊളിയാവാനുള്ള കാരണം എന്താണ്? റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് അയേൺ ഓർ ആണ്. അതായത് പ്രധാനമായിട്ടും ഈ മഗധയ്ക്കകത്ത് ഇരുമ്പിന്റെ വലിയൊരു നിക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിച്ച് ഡെപ്പോസിഷൻ ഓഫ് അയേൺ തന്നെയാണ് അല്ലെ, ഈ പറഞ്ഞ അയേൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട നിക്ഷേപം തന്നെയാണ് അല്ലെ, ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ തന്നെയാണ്, ഇരുമ്പിന്റെ നിക്ഷേപം തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. ഇരുമ്പിന്റെ നിക്ഷേപവും വൻതോതിലുള്ള ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കി, റിച്ച് ഡെപ്പോസിഷൻ ഓഫ് അയേൺ ഓർ എനാബിൾഡ് ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ഫാമിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇനി അടുത്ത പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് നോക്ക്, ഗംഗ ആൻഡ് യർ ട്രിബ്യൂട്ടറീസ് മെയ്ഡ് മഗധ ഇസ് എ ഫെർട്ടൈൽ ലാൻഡ്. അതുപോലെ തന്നെ ഈ ഗംഗയും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഗംഗയും അതിന്റെ പോഷക നദികളും ഈ പറയുന്ന മഗധയെ എന്ത് ചെയ്തു, ഈ ഫലഭൂയിഷ്ടമുള്ള മണ്ണാക്കി മാറ്റാണ്, ഫലഭൂയിഷ്ടമുള്ള ആക്കി മാറ്റാട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഫെർട്ടൈൽ സോയിലായിട്ട് മാറ്റാണ് ചെയ്തത്. ഇനി അതുപോലെ അത് മാത്രമല്ല, ട്രീസ് ഫ്രം നിയർ ബൈ ഫോറസ്റ്റ് ഇൻ ദ ഗാൻജറ്റിക് പ്ലെയിൻസ് വർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബിഗ് ബോട്ട്സ് ടു ഫെസിലിറ്റേറ്റ് ട്രേഡ് അല്ലേ. ആ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കി, ഗംഗയുടെ സമീപത്തൊക്കെ തന്നെ വലിയ വലിയ വനങ്ങൾ ഉണ്ടായിരുന്നു. ആ വനങ്ങളിലൊക്കെ ഉള്ള മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവര് വലിയ വഞ്ചികൾ എന്ത് ചെയ്തു, അവർ പണിതു എന്നുള്ളതാണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, അവിടെയുള്ള കാടുകളിൽ എന്തുണ്ടായിരുന്നു, ആനകൾ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ നോക്ക്, ദേ മെയ്ഡ് ഓഫ് യൂസ് ഓഫ് എലിഫന്റ് ഇൻ ബാറ്റിൽ. അപ്പൊ അന്നത്തെ പ്രധാനപ്പെട്ട യുദ്ധത്തിൽ അവർ എന്ത് ചെയ്തു, ആനകളെ എന്ത് ചെയ്തു, അവർ ഉപയോഗിച്ചിരുന്നു, ആനകളെ അവർ ഉപയോഗിച്ചിരുന്നു. അത് മാത്രമല്ല, നെക്സ്റ്റ് വൺ നോക്ക്, പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. ആ കാലഘട്ടത്തിൽ കാർഷിക വാണിജ്യ പുരോഗതി എന്ത് ചെയ്തിരുന്നു, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഗംഗാ നദി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഹിമാലയൻ നദിയാണ്. ആ നദി ഒരുപാട് ഇതുപോലെ തന്നെ ജലം ഉണ്ടായതുകൊണ്ട് അവിടെ നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ജലഗതാഗതം, നദീജല ഗതാഗതം അവിടെ എന്ത് ചെയ്തിരുന്നു, യോഗ്യമായിരുന്നു. അത് മാത്രമല്ല, പവർഫുൾ കിങ്ഷിപ്പ് ആൻഡ് ഹൈലി എഫിഷ്യന്റ് മിലിറ്ററി. അതുകൂടാതെ തന്നെ ആ കാലഘട്ടത്തിൽ ശക്തരായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു, ഇതേപോലെ തന്നെ മഗധയ്ക്കകത്തുണ്ടായിരുന്നു. മഗധ ഭരിച്ചിട്ടുള്ള രാജവംശങ്ങൾക്കൊക്കെ ശക്തമായ രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ മക്കളെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളൂ. അപ്പൊ മക്കളെ ആലോചിക്കേണ്ടത്, ഒരു രാജ്യത്തിന് എന്തൊക്കെ വേണം എന്ന് ആലോചിച്ചാൽ മതി. ഒരു രാജ്യത്തിന് രാജാവ് വേണ്ടേ, ഒരു രാജാവ് വേണ്ടേ. അതേപോലെ തന്നെ ഒരു രാജ്യത്തിൽ പ്രധാനമായിട്ട് എന്ത് വേണം, കൃഷിയും കാര്യങ്ങളും വേണ്ടേ. ഒരു രാജ്യത്തിൽ ജലസേചനം വേണ്ടേ, ജനങ്ങൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ വേണം. അപ്പൊ അതുപോലെ തന്നെ ഒരു രാജ്യത്തിനകത്ത് പ്രധാനമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇതുപോലെ തന്നെ മൃഗങ്ങൾ വേണം. ആ മൃഗങ്ങളിൽ ഏറ്റവും ശക്തരായിട്ടുള്ള മൃഗം ഏതാണ്, ആന വേണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഇതിലൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ലൈവിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നിർബന്ധമായിട്ട് ലൈവിനകത്ത് പങ്കെടുക്കുക. അതുകൂടാതെ തന്നെ പിറ്റേന്ന് നടക്കുന്ന മോർണിംഗ് ബൂസ്റ്ററിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഓരോന്നും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സിമ്പിൾ ആക്കി തരും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഏറ്റവും നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എക്സാമിനൊക്കെ നിരവധി കണ്ടിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് ഇത്. 2019 അതുപോലെ തന്നെ 2022, 23 വർഷത്തിലും വന്നിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം നോക്കിക്കോളൂ മക്കളെ. ചോദ്യം ഇതാണ്: The factors that promoted Alexander, the ruler of Macedonia, to attack India. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമിക്കാനുണ്ടായ കാരണങ്ങൾ. മക്കളെ ഇത് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഏറി വന്നാൽ ഒരു ചെറിയൊരു മാർക്കിനൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത് ചോദിക്കുക. ആകെ 2-3 പോയിന്റുകളെ ആകെ ഇതിനകത്ത് വരുന്നുള്ളൂ. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമിക്കാനുണ്ടായ കാരണങ്ങളാണ് മക്കളെ നമ്മൾ എഴുതേണ്ടത്. ആ കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോളൂ മക്കളെ, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ക്യാപ്ചർ ഓൾ റീജിയൻ അണ്ടർ ദ പേർഷ്യൻ എംപയർ അല്ലേ. അപ്പൊ നമുക്കറിയാം
ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിക്ക് എതിരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ പേർഷ്യക്കാർ. അപ്പൊ പേർഷ്യക്കാർ കീഴിലുള്ള മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക, അതാണ് ഇവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതേപോലെ തന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ അല്ലേ, അവരുടെയൊക്കെ തന്നെ കൾച്ചർ അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരം ഇവിടെ വ്യാപിപ്പിക്കുക. ഇത് രണ്ടുമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്തത്, ഇന്ത്യയെ അറ്റാക്ക് ചെയ്തത് എന്ന് മക്കളെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുന്നത്, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പോ മക്കളെ ശ്രദ്ധിക്കൂ, ഇത്രയും സാധനങ്ങളാണ്, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം നിർബന്ധമായിട്ട് അത് പഠിച്ചു വെച്ചോളൂ. കാരണം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഏകദേശം എല്ലാം റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്, ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കണം. ഓക്കെ, സോ എല്ലാ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സോ ബൈ എവരിവൺ, ഓൾ ദി ബെസ്റ്റ്, ബൈ.